നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ രംഗങ്ങൾ? ഇത് ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലെ രംഗമാണ്. അന്ന് വിനി ജൂനിയർ ഒരു ഗോൾ അടിച്ചു. അതിനുശേഷം അദ്ദേഹം ഒന്ന് ഡാൻസ് ചെയ്തു. അത് പിടിച്ചില്ല ബെൻഫിക്കക്കാർക്ക്. അങ്ങനെ ബെൻഫിക്കയുടെ അർജൻറ്റീനക്കാരനായിട്ടുള്ള താരം ജിയാൻലുക്ക പ്രസ്റ്റിയാനി ഇങ്ങനെ മുഖം പൊത്തിക്കൊണ്ട് വിനിക്ക് നേരെ ചില വാക്കുകൾ പറഞ്ഞു. വിനി നേരെ റെഫറിയോട് പോയി പറഞ്ഞു. അത് വലിയ വിവാദവും വിഷയവും ഒക്കെയായി. തന്നെ വംശീയമായിട്ട് അധിക്ഷേപിച്ചു എന്നായിരുന്നു വിനിയുടെ അന്നത്തെ ആരോപണം. ഏതായാലും പിന്നെ ആ മത്സരത്തിൻ്റെ റിട്ടേൺ ലെഗ് സാന്റിയാഗോ ബെർണാബുവിൽ നടന്നപ്പോൾ ഈ പ്രസ്റ്റിയാനിയെ യുവേഫ സസ്പെൻഷൻ, അതായത് ഒരു പ്രൊവിഷണൽ സസ്പെൻഷൻ കൊടുത്തിരുന്നു, അന്വേഷണ വിധേയമായിട്ടുള്ള സസ്പെൻഷൻ. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ തീരുമാനം യുവേഫ എടുത്തിരിക്കുന്നു. 6 മത്സരങ്ങളിൽ നിന്നാണ് ഈ താരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വംശീയ അധിക്ഷേപം എന്നല്ല പറയുന്നത്, ഹോമോഫോബിക് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് 6 മത്സരങ്ങളുടെ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ 6 മത്സരങ്ങളിൽ 3 മത്സരങ്ങളാണ് ഇപ്പോൾ ആക്റ്റീവ് ആവുന്നുള്ളൂ. ബാക്കി 3 സസ്പെൻഡഡ് ആണ്. എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് കൊടുത്തിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇയാൾ ആവർത്തിക്കുകയാണെങ്കിൽ ആ 3 മത്സരങ്ങളുടെ സസ്പെൻഷൻ കൂടി ആക്റ്റീവ് ആവും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി ഒരു മത്സരം പ്രൊവിഷണൽ ആയിട്ട് അയാൾ സസ്പെൻഡഡ് ആയതാണ്. അപ്പോൾ ഇനി 2 മത്സരങ്ങളിലാണ് ഫലത്തിൽ ഇപ്പോൾ പുറത്തിരിക്കേണ്ടതുള്ളൂ. അതും ഡൊമസ്റ്റിക് മത്സരങ്ങളിൽ ബാധകമല്ല, യുവേഫ മത്സരങ്ങളിലാണ് ഇത് ബാധകം. എന്ന് പറഞ്ഞാൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ് ഇതൊക്കെ കളിക്കുമ്പോഴാണ്. നിലവിലിപ്പോൾ ഈ സീസണിൽ ഇനി പ്രസ്റ്റിയാനിക്കോ ബെൻഫിക്കോ അത്തരം മത്സരങ്ങളില്ല. ഫലത്തിൽ അടുത്ത യുവേഫ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ആയിരിക്കും ഇത് ബാധിക്കുക. മാത്രമല്ല ഇൻ്റർനാഷണൽ മത്സരങ്ങളിലേക്ക് കൂടി ഇത് ബാധകമാക്കണം എന്നൊരാവശ്യം ഇപ്പോൾ യുവേഫ ഫിഫയുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഫിഫയോട് യുവേഫ ആവശ്യപ്പെടുകയാണ് ഈ പണിഷ്മെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടാൽ അത് അർജൻറ്റീനയ്ക്ക് പണിയാകും. അതിൽ അർജൻറ്റീനയ്ക്ക് ആശങ്കയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിലേക്ക് ലയണൽ സ്കലോനി പരിഗണിക്കുന്നയാളാണ് ഈ പ്രസ്റ്റിയാനി. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ പ്രസ്റ്റിയാനി അവരുടെ സ്ക്വാഡിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് പരിഗണിക്കുന്നയാളാണ് പ്രസ്റ്റിയാനി. ഈ തരത്തിലുള്ള ഒരു വിലക്ക് വന്ന വേൾഡ് കപ്പിലെ മത്സരങ്ങൾ ബാധിക്കും. ഫിഫയ്ക്ക് യുവേഫ കൊടുത്ത ആ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ യുവേഫയുടെ റിക്വസ്റ്റ് ഫിഫ അംഗീകരിച്ച് കൂടുതൽ മത്സരങ്ങൾ, ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ കൂടി വിലക്ക് കൊടുക്കുകയാണെങ്കിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ അത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി അർജൻറ്റീനയുടെ സന്നാഹ മത്സരങ്ങൾ ഉപയോഗപ്പെടുത്താമോ എന്ന് ചോദിച്ചാൽ അതില്ല. അത് ഫ്രണ്ട്ലി നേച്ചറാണ്, അല്ലാതെ ഒഫീഷ്യൽ നേച്ചറല്ല എന്നുള്ള പ്രശ്നവുമുണ്ട്. ചുരുക്കത്തിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിലെന്ത് തീരുമാനം ഫിഫ എടുക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ഫലത്തിൽ ഇയാളെ 6 മത്സരങ്ങളിൽ നിന്ന് യുവേഫ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിൽ 3 പ്രാബല്യത്തിലുള്ളത്. ഓൾറെഡി ഒരു മത്സരം കഴിഞ്ഞു പോയിട്ടുമുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രസ്റ്റിയാനിക്ക് വേണമെങ്കിൽ ഇതിന് അപ്പീൽ കൊടുക്കാം. അപ്പീൽ കൊടുത്തിട്ട് ആ അപ്പീലിൽ എന്ത് തീരുമാനം വരുമെന്നുള്ളതും കാത്തിരുന്ന് കാണാം. നിലവിലേതായാലും വളരെ ഹാഷായിട്ടുള്ള, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റിലേക്ക് തന്നെ യുവേഫ കടന്നിരിക്കുകയാണ്. പ്രസ്റ്റിയാനിക്ക് 6 മത്സരങ്ങളിൽ വിലക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.